Kinda cheater, little homies wanna be like on my knees in the night, saying prayers in the street light. Been spending most of the night living in the gangster's paradise. What? സാർ ഇപ്പോ എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. നോ സാർ, ഞാൻ കേട്ടു. മാഫിയ? ആർ ദേ മാഫിയാസ്? അത് പിന്നെ യെസ്, ദേ ആർ മാഫിയാസ്. ബട്ട് ഈ കാര്യം നമ്മളല്ലാതെ പുറത്തൊരാൾ അറിയാൻ പാടില്ല. എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല സാർ, അവരുടെ കൂടെയാണോ അപ്പൊ ഇത്രയും നാളും ഇസമോളെ സാർ പറഞ്ഞയച്ചത്? ഹേയ്, താൻ വിചാരിക്കുന്ന പോലെയല്ല. അവർ അത്ര കുഴപ്പക്കാരൊന്നുമല്ല. ദേ ആർ മൈ ഫ്രണ്ട്സ്. ബട്ട് തെറ്റ് ചെയ്യുന്നവർക്ക് അവർ എനിമീസാണ്. ഹാ സാർ, അപ്പോ അവർ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവില്ലേ? ബട്ട് നിരപരാധികളെ അവരൊരിക്കലും നോവിച്ചിട്ടില്ല. അവർക്കെതിരായി നിന്ന് ആര് കളിക്കുന്നോ അവരുടെയൊക്കെ നാശം അവരുടെ കൈകൊണ്ടായിരിക്കും. അപ്പോ അവർ എന്നെയും കൊല്ലൂ? ഹാ, എന്തിന്? ഈ ഒന്നുമില്ല സാർ, ഞാൻ അറിയാതെ. ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ കാര്യം വേറെ ഒരാൾ അറിയാൻ പാടില്ല. അഥവാ അറിഞ്ഞാൽ പിന്നെ എനിക്ക് പോലും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സോ ഇത് തൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നതാവും നല്ലത്. ഇല്ല സാർ, ഞാൻ ആരോടും പറയില്ല. ഓക്കെ, താൻ ചെല്ലെന്നാ. ഓക്കെ സാർ. സർ പ്ലീസ്, എനിക്കറിയില്ലായിരുന്നു. അവളോടുള്ള ചെറിയൊരു ദേഷ്യത്തിന് ചെയ്തു പോയതാ. പക്ഷെ ഇത്രയും നേരം അവൾ ഇതിൽ കിടക്കുമെന്ന് വിചാരിച്ചില്ല. അവളുടെ ഫ്രണ്ട് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്ത്. സോറി സർ. ഇതൊക്കെ കേട്ട് ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അത്രയും നേരം ആ ഇരുട്ടുമുറിയിൽ അവൾ അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നോ, ഞാൻ അവളോട് മാപ്പ് പറയാം. ഇനി ഈസയുടെ മുന്നിൽ പോലും ഞാൻ വരില്ല. പ്രോമിസ്, എന്നെ വെറുതെ വിട്. സോ സോറി. അതിന് നീ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? JK, ഇത് കുറച്ച് കൂടുതലാണ്. ഇങ്ങനെ ചെയ്യാൻ മാത്രം വലുതായി ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവളെ കൊല്ലാൻ വേണ്ടി മാത്രം എന്താ? വാട്ട് യു സേ? ഒന്നും ചെയ്തില്ലേ അവൾ? അങ്ങനെ അല്ല JK, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ്. ഇവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണിത്. ഷീ ഡിസേർവ്സ് ഡെത്ത്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. JK, എനിക്ക് മനസ്സിലാവും നിന്റെ ആങ്കർ. ബട്ട് നീ ഒന്ന് കാമാവ്. നോ, ഐ വാണ്ട് ടു കിൽ ഹർ, ബട്ട് നോട്ട് ടുഡേ. ഇസ അനുഭവിച്ചതുപോലെ തന്നെ ഈ ഇരുട്ടുമുറിയിൽ ആരുടെയും പ്രസൻസ് ഇല്ലാതെ നീ കഴിയണം. നീയും മനസ്സിലാക്കണം അവൾ അനുഭവിച്ച വേദന. അതറിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ വിട്ടയക്കാം. വീട്ടിലേക്കല്ല, അങ്ങ് പരലോകത്തേക്ക്. പ്ലീസ് പ്ലീസ് സർ, ഡോണ്ട് ഡു ദിസ്. ഹലോ ജയ്. പറ. ജയ് എവിടാ? ഞാൻ പുറത്താ. എന്താ കാര്യം? ഒന്നുമില്ല. വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇതുവരെ. ഇനിയും എന്നെ അവോയ്ഡ് ചെയ്ത് നിൽക്കുവാണോ? അതൊന്നുമില്ല, കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു, അതാ. ഇപ്പം കഴിഞ്ഞോ എല്ലാം? യെസ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമോ? എന്തിന്? അത് പിന്നെ വെറുതെ കാണാൻ. അപ്പോൾ ഇന്ന് രാവിലെ കണ്ടതോ? അത് എനിക്ക് ജിയോട് കുറേ കാര്യങ്ങൾ പറയാനും ചോദിക്കാനും ഉണ്ട്. എന്ത് കാര്യങ്ങൾ? അതിനല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. നിന്റെ പപ്പയില്ലേ അവിടെ? ഇല്ല, പപ്പ പുറത്ത് പോയി. നാളെ രാവിലെ വരും. ഓ, പെട്ടെന്ന് വരില്ലേ? ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ബൈ. ആരാ? ഇസയാണോ? അതെ. എന്താ അവൾ പറഞ്ഞേ?
ഷീ വാണ്ട് ടു സീ മീ. ഹാ, എന്തിന്? ഡോണ്ട് നോ, എന്നോടെന്തോ ചോദിക്കാനും പറയാനുണ്ടെന്ന്. ഓ, അതാണോ? ചോദിക്കാനുള്ളത് നീ അവളെ ലവ് ചെയ്യുന്നു എന്നതാവും. അതിനുള്ള ആൻസർ അവൾക്ക് കിട്ടിക്കഴിഞ്ഞതാ. എന്നാലും അത് നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാവും. പിന്നെ പറയാനുള്ളത് ഈ മാരേജിനെ പറ്റിയാവും. സിറേക്ക് മാരേജിൻ്റെ കാര്യം പറഞ്ഞിടത്തൊട്ട് അവൾ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. സോ അതിനെപ്പറ്റി നിന്നോട് സംസാരിക്കാനാവും. ഹാ, അവളെ നല്ലപോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓഫ് കോഴ്സ്, അല്ലേ നീ നോക്കിക്കോ. ഓ, നീ എന്തായാലും വാ, നമുക്ക് ഇറങ്ങാം. അപ്പം നീ ഇസയെ കാണാൻ പോകുന്നില്ല? നോ, വൈ? അതിനെപ്പറ്റി ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ അവളെ വലിച്ചഴക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ നീഡ് ടൈം. ബട്ട് ഒന്ന് മാത്രം അറിയാം എനിക്ക്, ഐ വോണ്ട് ഗീവ് ഹർ ടു എനി വൺ. ഒരു നോട്ടം കൊണ്ടുപോലും ആരും അവളെ ഇനി വേദനിപ്പിക്കില്ല. അങ്ങനെ ഉണ്ടായ ഐ വിൽ ബി ദ വൺ ടു കിൽ ദം. JK, ആർ യു സീരിയസ്? നീ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് നീ അവളോടുള്ള നിന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടല്ലേ? അവളോടുള്ള എൻ്റെ ഫീലിങ്സ് അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് അറിയാനും ആഗ്രഹിക്കുന്നില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവളെ നീ ലവ് ചെയ്യുന്നു എന്ന് പറയാൻ നിനക്കെന്താ ഇത്ര പാട്? ഇസയും അത് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നീ അത് ആർക്ക് വേണ്ടിയാ മറച്ചു വെച്ചേക്കുന്നേ? ഇവാൻ, ലെറ്റ്സ് ഗോ. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ദിസ് ടോപ്പിക്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നത്? ഓ, ബാക്കിയുള്ളവരെല്ലാം മനസ്സിലാക്കി, എന്നിട്ടും അവൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, ഞാൻ പോവുക. ഇതെന്താ വരാത്തെ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കാണണമെന്ന്. മാം, ഒരുപാട് ലേറ്റ് ആയല്ലോ, കിടക്കുന്നില്ലേ? ഏയ്, ഞാൻ കിടന്നോളാം, നിങ്ങൾ പൊക്കോ. മാം പോയി കിടന്നോ, എന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഏയ്, അത് കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കാം. ആരാ, സിറേക് സാറാണോ? ഏയ് അല്ല, ഞാൻ ജെയിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ജെയ്ഡൻ സാറാണോ? സാർ ഇവിടുന്ന് പോയതല്ലേ, അപ്പൊ ഇനി വരൂ? ആര് പറഞ്ഞു ജയ് പോയെന്ന്? ജയ് എവിടെയും പോയില്ല. എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാ ജയ് ഇവിടെ നിൽക്കുന്നത്. സോ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല, എൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. ആ, ഓക്കെ മാം, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും മാം ചെന്ന് കിടന്നു. സാർ വരുമ്പോ ഞാൻ വന്ന് പറഞ്ഞോളാം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? വന്നിടം തൊട്ട് ഇത് തന്നെയാണല്ലോ നിങ്ങൾ പറയുന്നേ. അതല്ല മാം, സിറിക് സാർ പറഞ്ഞിട്ടുണ്ട് മാമിനെ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ മാം ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് കിടക്കാൻ പെർമിഷൻ ഉള്ളൂ, അതുകൊണ്ടാ. ഓ, അതാണോ? എങ്കിൽ നിങ്ങൾ കിടന്നോ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പപ്പ ഇതറിയാൻ പോണില്ല, പോരെ? അത് പിന്നെ ഇനി ഒന്നുമില്ല, എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞേ കിടക്കൂ. സോ പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെന്താ, ഞാൻ വല്ല ജയിൽ പുള്ളിയാണോ? എല്ലാരും എന്നെ അങ്ങനെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നേ. അപ്പോ ഇനി വരില്ലല്ലേ? എന്നെ വീണ്ടും പറ്റിച്ചു. നോക്കിക്കോ, ഇതിനെല്ലാം കൂടെ ഞാൻ ശരിക്കും തരുന്നുണ്ട്. ഉറക്കൊഴിഞ്ഞ് കാത്തിരുന്ന ഞാനാ പൊട്ടി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ പോയി കിടക്കാം. ഞാൻ വിചാരിച്ചു എന്നെ വീണ്ടും പറ്റിച്ചു എന്ന്. ഇപ്പോഴാ വന്നേ? എന്താ എന്നെ വിളിക്കാതെ? ഞാൻ എത്ര നേരം താഴെ വെയിറ്റ് ചെയ്തു എന്നറിയോ? കുറെ നേരമായി വന്നിട്ട്. അല്ല, എങ്ങനെ വന്നത്? ഞാൻ താഴെ ഇരിക്കുമായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എപ്പോ വന്നു ജയ്? Don't ask too many questions. I'm tired. ഹാ, എന്താ, എന്ത് പറ്റി? ഏയ്, നത്തിങ്. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറയ്. അത് പിന്നെ എനിക്ക് നിനക്ക് അത് ഞാൻ കം ഹിയർ. ഹാ, ഇവിടെ വരാൻ. എന്താ? I'm the only one invited to my party. I just can't be with you. ഇനി പറ, എന്താ കാര്യം? അത് ജയ്
പപ്പയോടൊന്ന് സംസാരിക്കോ? എന്ത് സംസാരിക്കാൻ? അത് പിന്നെ ഇപ്പോൾ പഴയ പോലെ അല്ല പപ്പ. പപ്പയ്ക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആദ്യം എന്നോട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉടനെ മാരേജ് നടത്തുമെന്ന് പറഞ്ഞു. അതാരാണോ എവിടെ ഉള്ള ആളാണെന്നോ ഒന്നും എനിക്കറിയില്ല. ആരായാലും ഐ ക്യാൻ മാരി ഹിം. ഞാൻ സംസാരിച്ചപ്പോൾ പപ്പ എനിക്ക് കുറച്ച് ടൈം തന്നിട്ടുണ്ട്. എന്നാലും എനിക്കറിയാം പപ്പയെ. ഉടനെ പപ്പ ഇത് നടത്താൻ നോക്കും. അതിനു മുന്നേ എന്തേലും ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആർക്കും ഞാൻ നിന്നെ വിട്ട് കൊടുക്കില്ല. ട്രസ്റ്റ് മീ, ഐ ആം ഓൾവേസ് വിത്ത് യു. റിയലി? ഓൾവേസ്? Lately you say I've been running your mind. How could I move on? യെസ്. Now I want to ask you something. Do you love me? Tell me, do you love me or not? I want to hear from your tongue. Please say. മോർ ദാൻ ദാറ്റ്. There's no fixing me, I'm frozen. ജയ്, എനിക്ക് ജെയിനെ ഇഷ്ടമാണെന്ന് ഞാൻ പപ്പയോട് പറയാൻ പോവുക. മുമ്പ് കുറേ വട്ടം ഞാൻ അത് പറയാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ അത് പറയാൻ പറ്റിയിട്ടില്ല. ഇനിയെങ്കിലും എനിക്കത് പറയണം. ഇതുവരെ എൻ്റെ ഇഷ്ടത്തിനൊന്നും പപ്പ എതിര് നിന്നിട്ടില്ല. സോ ഇതും പപ്പ അക്സെപ്റ്റ് ചെയ്യും, അല്ലേ ജയ്? ഹാ. ഇനി അഥവാ പപ്പ ഇത് സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടുന്ന് വേറെ എങ്ങോട്ടേലും പോവാം. ആർക്കും കണ്ടെത്താൻ സാധിക്കാത്തൊരിടത്ത്. ചുറ്റിനും കാട്, അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീട്. അവിടെ ഞാനും ചെയ്യും മാത്രം. ഇറ്റ്സ് റിയലി അമേസിംഗ് ദോ. ഹാ, ആർ യു സീരിയസ്? പപ്പയെ വിട്ട് നീ എൻ്റെ കൂടെ വരൂ? ഞാൻ വരും. പപ്പ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് പപ്പ ഉറപ്പായിട്ട് കൂട്ടു നിൽക്കും. എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പപ്പ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണെങ്കിൽ വാട്ട് യു ഡു? ചൂസ് മീ ഓർ ഹിം? ഐ ഡോണ്ട് നോ, ബട്ട് ഞാൻ കുറച്ച് നാൾ മാറി നിൽക്കുമ്പോൾ പപ്പ ഉറപ്പായി എൻ്റെ അടുത്ത് വരും. എനിക്ക് ഉറപ്പാണ്. ഹി ലവ്സ് മീ എ ലോട്ട്. ഇസ, ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. എന്നെക്കുറിച്ചോ എൻ്റെ ഫാമിലിയെ പറ്റിയോ ഒന്നും നിനക്കറിയില്ല. അതൊക്കെ നീ മനസ്സിലാക്കുമ്പോൾ ഇതുപോലെ തന്നെ നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ലിസൺ കെയർഫുള്ളി. നൗ യു ആർ കേജ്ഡ്. നിൻ്റെ പപ്പ എന്നല്ല ആർക്കും എന്നെ നിന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല, ഈവൻ നീ വിചാരിച്ച പോലും. ജയ് എന്താ ഇപ്പോൾ ഇങ്ങനൊക്കെ പറയുന്നേ? അതെ ഇസ, ഞാൻ എന്താണോ വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചത്, ആ കാരണം തന്നെ എന്നെ ഇപ്പോൾ ഒരു മാഡ് പേഴ്സൺ ആക്കി മാറ്റി. ദാറ്റ് ഈസ് യു. സോ എൻ്റെ അടുത്ത് നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല ഇസ. ഓൾ ഓഫ് യു ആർ മൈൻ, ഒൺലി മൈൻ. ജയ്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം നിനക്കിത് മനസ്സിലാവില്ല, ബട്ട് ഒരിക്കൽ നീ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കും. നൗ ഐ വിൽ ഗിവ് യു എ ചാൻസ്, എ ലാസ്റ്റ് ചാൻസ്. ഹാ? ഇപ്പോൾ ഈ നിമിഷം നിനക്ക് വേണേ നിൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാം. എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ തരുന്ന ഒരേ ഒരു ചാൻസ്. ചൂസ് ഇറ്റ് വൈസ്ലി. യു വാണ്ട് മീ ഓർ നോട്ട്? ജയ്? ടെൽ മീ സാ, ഐ നീഡ് ആൻ ആൻസർ. Yes, I want you. Don't leave me. You will regret this later. Huh? I can't help but love you, even though I try not to. I can't help but want you. I know that I die without you. I can't help
ഗുഡ് മോർണിംഗ്. ഓ സോറി, ബാഡ് മോർണിംഗ്. ഏയ് പ്ലീസ്, എനിക്ക് ഇനിയും എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. എന്നെ ഒന്ന് വിട്ടയക്കണം. ഹാ, ഇത്രയും നാൾ നിനക്ക് മരിക്കാനായിരുന്നല്ലോ ആഗ്രഹം. ഇപ്പം എന്തു പറ്റി? ജീവിക്കാൻ കൊതി തോന്നുന്നുണ്ടോ? സാർ പ്ലീസ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. സാറോ? അങ്ങനെ അല്ലായിരുന്നല്ലോ നീ ഇതിനു മുമ്പ് വിളിച്ചിരുന്നത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാൻ ഒന്നിനും വരില്ല. എന്നെ ഒന്ന് വിട്. നീ കുറച്ച് ദിവസം മുന്നേ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ, എന്നെ ആരോ വന്ന് എന്തൊക്കെയോ ചെയ്യുമെന്ന്. വെരി സി, എവിടെ നിന്റെ മറ്റവൻ? എനിക്കൊന്നും അറിയില്ല. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ലെറ്റ്സ് മേക്ക് എ ഡീൽ. ഹാ, ഡീൽ? എന്ത് ഡീൽ? ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ സഹായിക്കാം. അവനെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. വാട്ട്? നീ ഞങ്ങളെ സഹായിക്കാമെന്നോ? നീ ഈ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്നാണോ കരുതിയേ? എങ്കിൽ കേട്ടോ, ഇനി നീ എന്തൊക്കെ ശ്രമിച്ചാലും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ അല്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. പ്ലീസ് ട്രസ്റ്റ് മീ. ഹ? ട്രസ്റ്റ്? അതും നിന്നെ? യു തിങ്ക് ഐ എം എ ഫോൾ? നോ, ഐ വിൽ ഡു എനിത്തിങ് ഫോർ യു. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ബട്ട് ഈസ് എ ഷട്ട് അപ്പ് യു ബാസ്റ്റേർഡ്. നിന്റെ ആ നാവ് കൊണ്ട് അവളുടെ പേരിനി പറഞ്ഞ പിന്നെ സംസാരിക്കാൻ നിനക്ക് ആ നാവുണ്ടാവില്ല. ആ ഞാനത് ഇസയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അന്ന് തന്നെ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടാകുമെന്ന് ഞാൻ തീരുമാനിച്ചതാ. അന്ന് നിന്നെ പെട്ടെന്ന് തന്നെ കൊല്ലണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. മരണത്തിൻ്റെ വേദനയെല്ലാം അറിഞ്ഞ് നീ ചാകണം. അവൾ പേടിച്ചതിൻ്റെ 1000 ഇരട്ടി നീ പേടിക്കണം. അങ്ങനെ ഇഞ്ചിഞ്ചായി മാത്രമേ നിന്നെ ഞാൻ കൊല്ലൂ. അവളെ വേദനിപ്പിച്ചവരുടെ എല്ലാം അവസാനം എൻ്റെ കൈകൊണ്ടാകും. ഹേ വാട്ട്? വൈ യു ഡൂയിങ് ദിസ്? ഹ? ഇറ്റ്സ് സിമ്പിൾ. ഷീ ഈസ് മൈൻ ടു പ്രൊട്ടക്റ്റ്. നൗ എൻജോയ് യുവർ ഡേ. ബാക്കിയൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഹേ പ്ലീസ് ജെയ്ഡൻ. നോ, ഇറ്റ്സ് JK. ഇസ, നീ ഇതുവരെ എണീറ്റില്ലേ? പപ്പ ഇപ്പൊ വന്നു. ഞാൻ വന്നിട്ട് കുറച്ചായി. നീ എന്താ ഇതുവരെ എണീക്കാത്തെ? ടൈം കുറെ ആയോ? 12 മണിയാകാൻ പോകുന്നു. അയ്യോ, അത്രയായോ? ഇന്നലെ ലേറ്റായാ കിടന്ന്, അതുകൊണ്ടാ. ഹാ, അതെന്താ? അത് പിന്നെ ഞാനൊരു സീരീസ് കണ്ടിരുന്നു പോയി, അതാ. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നൈറ്റ് ഒരുപാട് ഫോൺ യൂസാക്കി ഇരിക്കല്ലേ എന്ന്? സോറി പപ്പ, ഞാൻ ഉറക്കം വരാത്തോണ്ടിരുന്നതാ. എണീറ്റ് പോയി ഫ്രഷ് ആവ്. പപ്പ ഒന്ന് പുറത്തു പോകുന്നുണ്ട്. എങ്ങോട്ടേക്കാ? അതെൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. നീ താഴത്തേക്ക് വാ. ഞാൻ വന്നോളാം, പപ്പ പൊക്കോ. ഓക്കെ. സാർ, ഇസ മാം. അവളിപ്പോൾ വരും. നിങ്ങൾ ഫുഡ് എടുത്ത് വെച്ചേക്ക്. ഓക്കെ സാർ. സാർ, അത് പിന്നെ ഇന്നലെ മാം നല്ല ലേറ്റായ കിടന്ന്. അത്രയും നേരം ഹാളിൽ ഇരിക്കുമായിരുന്നു. വാട്ട്? ഇവിടെയോ? അതെ സാർ. ഞങ്ങൾ പറഞ്ഞിട്ടും കേട്ടില്ല. ജെയ്ഡൻ സാർ വരുമെന്ന് പറഞ്ഞു. സാർ വന്നിട്ടേ കിടക്കൂ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ജെയ്ഡനോ? അപ്പോൾ ജെയ്ഡൻ ഇന്നലെ ഇവിടെ വന്നോ? അതറിയില്ല സാർ. നിങ്ങൾ പോയി ഫുഡ് എടുത്ത് വെക്ക്. ഓക്കെ സാർ. ഏയ് മിയ, ക്ലാസ് കഴിഞ്ഞോ? സോറി, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ചോ? ക്ലാസ് കഴിഞ്ഞിട്ട് എത്ര നേരമായെന്നറിയോ? ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതാ. അല്ല, താനെന്താ കാണണമെന്ന് പറഞ്ഞേ?
അത് പിന്നെ എന്നെ ഇസ വിളിച്ചിരുന്നു ഇന്നലെ. അവൾ എന്നോടെല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? ജെയ്ഡൻ ഇസയോട് അടുത്തു അല്ലേ? നിങ്ങൾ ഇന്നലെ അവളെ കാണാൻ പോയ കാര്യവും ജെയ്ഡൻ ഇസയോട് പറഞ്ഞതും എല്ലാം അവൾ എന്നോട് പറഞ്ഞു. ഓ, ഞാൻ പറഞ്ഞില്ലേ ജെയ്ഡൻ അവളോട് ഫീലിങ്സ് ഉണ്ടെന്ന്. അതെന്തായാലും ഇപ്പം ഈസയ്ക്ക് മനസ്സിലായല്ലോ. ബട്ട് ഇവാൻ, അവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഇപ്പോൾ തന്നെ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി അവളെ വേദനിപ്പിക്കരുത്. ജെയ്ഡൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇസ, അവൾ ഇക്കാര്യത്തിൽ നല്ല സീരിയസ് ആണ്. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയാണ് ജെയ്ഡൻ അവളോട് അടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഏയ് മിയ, അങ്ങനെ ഒന്നുമില്ല. തനിക്ക് ഇസയെ അറിയാവുന്നതുപോലെ തന്നെ എനിക്ക് ജെയ്ഡനെ അറിയാം. ഇതുവരെയും അവൻ ആർക്കു വേണ്ടിയും അവൻ്റെ തീരുമാനങ്ങൾ മാറ്റിയിട്ടില്ല, എക്സെപ്റ്റ് ഇസ. വെറുമൊരു പ്രൊട്ടക്ഷൻ്റെ പേരിലല്ല അവൻ ഇപ്പോൾ അവളുടെ കൂടെ നിൽക്കുന്നത്. അവൻ്റെ കൂടെ അവൾ സേഫായിരിക്കും. ബട്ട് എന്താ? നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. അതൊക്കെ അറിയുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. ബട്ട് ട്രസ്റ്റ് മീ, ഇസയോടുള്ള അവൻ്റെ ലവ് ഇറ്റ്സ് ട്രൂ. സോ ഡോണ്ട് വറി. വാട്ട് യു മീൻ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളറിയാത്ത എന്ത് കാര്യമാണ് ഇനിയുള്ളത്? അതൊന്നും ഇപ്പോൾ പറയാൻ ടൈം ആയിട്ടില്ല. ബട്ട് ഒരു ദിവസം അതെല്ലാം നിങ്ങൾ തിരിച്ചറിയും. ഹാ ഇവാൻ? ആ, അത് പോട്ടെ. നീ ഇനി വീട്ടിലേക്കാണോ? അതെ. എന്താ? അല്ല, ടൈമുണ്ടല്ലോ, നമുക്കൊരു റൈഡ് പോയാലോ? അയ്യടാ, തന്നെ അങ്ങ് പോയാൽ മതി. ഞാൻ പോവാ. ഇന്ന് വേണ്ടെങ്കിൽ വേണ്ട, വേറെ ദിവസം ആവാമല്ലോ. ഓ പിന്നെ, റൈഡിന് പോകാൻ പറ്റിയ ആള്. ഏയ് മിയ, താൻ എവിടെ നോക്കി നടക്കുന്നേ? സോറി, ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്തായാനെ? അതിന് താൻ പിടിച്ചില്ലല്ലോ, പിന്നെന്താ? ഞാൻ പോവാ. ബൈ. ജെ കെ, നീ ഇന്നലെ എവിടെയായിരുന്നു? ഹാ, എന്താ? അല്ല, ഇന്നലെ എന്നെ അവിടെ ആക്കിയിട്ട് അത്യാവശ്യമായി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് പോയല്ലേ? എവിടെയായിരുന്നു പോയേ? അത് ഞാൻ ഇന്നലെ നൈറ്റ് ഇസയുടെ അടുത്തല്ലേ നീ പോയേ? അതെ. അപ്പോൾ സിറേക്കില്ലായിരുന്നു അവിടെ? ഏയ് ഇല്ലായിരുന്നു. എൻ്റെ ഊഹം വെച്ച് സിറേക്ക് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻ അംഗീകരിക്കില്ല. അങ്ങനെ അംഗീകരിച്ചില്ലേൽ ഐ ഡോണ്ട് ഫക്കിംഗ് കെയർ അബൌട്ട് എനിത്തിങ്. If she want to live with me, then it will happen. So you accepted everything, right? ഞാനിന്ന് മിയെ കണ്ടായിരുന്നു. അവളെയോ? എന്തിന്? നിൻ്റെ മിസ്സേടൻ കാര്യത്തിൽ അവൾക്ക് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാ എന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എന്തു പറയാൻ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. പിന്നെ നീ വാ, നമുക്ക് പുറത്തോട്ട് പോവാം. എങ്ങോട്ട്? നീ നോക്കണ്ട, അന്നത്തെ പോലെയല്ല, ഇത് ശരിക്കും വർക്ക് റിലേറ്റഡാ. വാ വാ വന്നേ. ഓക്കെ. ഇതാരാ? ഹലോ. ഹലോ ഇസ, ഞാൻ തൻ്റെ ട്യൂട്ടറാണ്, ഡാനിയൽ. ഓ സാർ, എന്താ സാർ കാര്യം? താൻ ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തു പറ്റി? അത് സാർ, വീട്ടിലെ കുറച്ച് ഇഷ്യൂസ് ആയിട്ട്. ഇറ്റ്സ് ഓക്കെ. തൻ്റെ കഴിഞ്ഞ സെമ്മിലെ ടെസ്റ്റിന്റെ പേപ്പേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. താൻ വന്നാലേ അത് തരാൻ പറ്റൂ. സോ തനിക്ക് വരാൻ പറ്റുമെങ്കിൽ അതൊന്ന് വന്ന് വാങ്ങൂ. ഏയ് കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ വന്ന് വാങ്ങിക്കോളാം. ഓക്കെ. നാളെ ലീവല്ലേ, സോ മൺഡേ വന്ന് വാങ്ങിക്കേ. സ്റ്റാഫ് റൂമിൽ വന്നാൽ മതി. ഓക്കെ സാർ, ഞാൻ വരാം. തനിക്കിപ്പോ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? സാർ, ഐ എം ഓക്കെ. അപ്പോൾ ശരി, മൺഡേ കാണാം. ഓക്കെ സാർ. ഹാവൂ, എങ്ങനെയെങ്കിലും ഒന്ന് കോളേജിൽ പോകാൻ അവസരം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നതാ. അതെന്തായാലും ഉണ്ടായി. നീയെ വിളിച്ച് പറയാം. പപ്പാ, എന്താ ഇസ? അത് പിന്നെ സാറ് വിളിച്ചിരുന്നു. എനിക്ക് മൺഡേ കോളേജിൽ പോകണം. മൺഡേയോ? അതെന്തിനാ? എൻ്റെ കഴിഞ്ഞ സെമ്മിലെ പേപ്പേഴ്സ് വാങ്ങാൻ പോകണം. അതിനിപ്പോ നീ തന്നെ പോണോ എന്നുണ്ടോ? ആരെങ്കിലും അത് വാങ്ങിയാ പോരെ? നോ പപ്പ, എനിക്ക് പോയേ പറ്റൂ. ഇപ്പം തന്നെ എത്ര ദിവസമായി ഞാൻ പോയിട്ട്. സോ ഐ വാണ്ട് ടു ഗോ.
ഓക്കെ, ഞാൻ സേവിയറിനോട് പറയാം. ആ എന്തിന്? നിനക്ക് കോളേജിൽ പോകണ്ടേ? അപ്പോൾ സേവിയർ കൊണ്ട് പൊയ്ക്കോളും നിന്നെ. അതെന്തിനാ അങ്കിൾ വരുന്നേ? ഇത്രയും ദിവസം എന്നെ കൊണ്ടുപോരുന്നത് ജയ് അല്ലേ? എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ജയ് അല്ലേ എൻ്റെ കൂടെ നിൽക്കുന്നത്? പിന്നെ ഇപ്പം എന്താ? ഓക്കെ, ഞാൻ പറയാം. നീ ഇപ്പം ചെല്ല്. ഓക്കെ പപ്പ, ഞാൻ റൂമിലോട്ട് പോവാം. Lily was a little girl, afraid of the big white world. She grew up within her castle walls. ജയ് വന്നു. സിറിക് സാർ എവിടെ? പപ്പ നേരത്തെ പോയല്ലോ. എന്താ ജയ്? ഈ ഒന്നുമില്ല, വയറങ്ങും. They warned her, don't go there. There's creatures who are hiding in the dark. There's something came creeping. It told her, don't you worry, just ഇസ, ആ നീ ക്ലാസ്സിൽ കയറിയില്ലേ? ഇല്ല, നീ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നതാ. ചിലപ്പോൾ പേപ്പേഴ്സ് വാങ്ങിയ ഉടനെ നീ അങ്ങ് പോയാലോ എന്ന് വെച്ച്. ഇവിടെ വരെ വന്നിട്ട് നിന്റെ അടുത്ത് വരാതെ ഞാൻ പോവൂ? അതറിയാം, എന്നാലും വെറുതെ. വാ കയറാം. ജയ്, ഞാൻ പോവാ. ഇറങ്ങുമ്പോൾ വിളിക്കാം. ഓക്കെ. നീ ഇനി എന്നാ ഇത് പപ്പയോട് പറയുന്നേ? എന്ത്? നിന്റെ ജയുടെ കാര്യം. അല്ലാതെന്താ? പപ്പ നിന്റെ മാരേജ് നടത്താൻ നോക്കുമല്ലേ. അപ്പോൾ നിങ്ങളുടെ കാര്യം അറിയുമ്പോൾ പപ്പ നടത്തി തരാതെ ഇരിക്കില്ലല്ലോ. അതും വേറെ ആരുമല്ലല്ലോ, ജേഡനല്ലേ. പപ്പയ്ക്കപ്പോൾ നിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. പിന്നെ ജേഡൻ നോക്കുമല്ലോ നിന്നെ. ഉടനെ തന്നെ പപ്പയോട് പറയണം, അല്ലേ പപ്പ എനിക്ക് വേറെ ആരെയും നോക്കിക്കൊണ്ടുവരും. എന്തായാലും നീ പറയാൻ നോക്ക്, അതാ നല്ലത്. ആ മിയ, ജയ്ഡനായതുകൊണ്ട് പപ്പ ഉറപ്പായും സമ്മതിക്കുമാവും. അങ്ങനെയാ എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ. ആ പിന്നെ നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ ഇവിടുത്തെ സീനിയറിൻ്റെ കാര്യം? ഹാ, ഏത് സീനിയർ? അന്ന് റെക്കോർഡ് റീഡ്രോ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് നിന്നോട് തട്ടിക്കയറി വന്നില്ലേ, അവള്. ഓ, ആ സീനിയർ. ചേച്ചിക്കെന്താ? അവള് 2 ദിവസമായിട്ട് മിസ്സിങ് ആണെന്ന്. മിസ്സിങ്ങോ? ആന്നേ, ഞാൻ ഇന്നലെ അറിയുന്നേ. പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. ബട്ട് ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. എവിടെ പോയതാണോ എന്തോ. കയ്യിലിരിപ്പുണ്ട്, വേണേ ആരെങ്കിലും എടുത്ത് പെരുമാറിക്കാണും. ഏയ്, അങ്ങനെയൊന്നും പറയാതെ മിയ. എന്നാലും ആ ചേച്ചി എവിടെ പോയതാവും? എനിക്കറിയില്ല. ഇന്നലെ ഇവിടെ പോലീസ് വന്നായിരുന്നു. അവരുടെ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. ആർക്കും ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത്. അയ്യോ, എന്തേലും പറ്റിക്കാണുമോ? ഓ, അവക്കെന്തായാലും നമുക്കെന്താ? അല്ലെങ്കിലും അവക്കൊരു എല്ല് കൂടുതലായിരുന്നു. മിയ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊന്നും പറയാതെ. ആ ചേച്ചിയുടെ പേരൻസ് എത്ര വിഷമിക്കുന്നുണ്ടാവും. എപ്പോഴാണ് നീ ഇങ്ങനൊക്കെ പറയുന്നത്? ഓ, ഞാൻ ഒന്നും പറയുന്നില്ല. ഷോ, എന്നാലും ആ ചേച്ചിക്ക് എന്ത് പറ്റിയതാവും? നീ ഇനി അതും ആലോചിച്ചിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. ക്ലാസ്സിൽ കയറാം, എന്നിട്ട് സ്റ്റാഫ് റൂമിൽ പോയി പേപ്പേഴ്സ് വാങ്ങാം. ദാ വരുന്നു. വാ വാ. ഏതൻ, ഞാൻ ഇറങ്ങുവാണേ. ഹേയ് ഇവാൻ, വെയിറ്റ്. എന്താ? JK-യുമായി എന്താ പ്രശ്നം? അത് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. JK-യുമായോ? ഞങ്ങൾ തമ്മിൽ എന്താ? ഒന്നുമില്ലല്ലോ. പിന്നെ അന്നെന്തിനായിരുന്നു രണ്ടുപേരും ഷൗട്ട് ചെയ്തേ? ഓ, അതോ, ഇസയുമായുള്ളതാ. ഇസയോ? അവക്കെന്താ? അത് പിന്നെ ആക്ച്വലി ഇസയ്ക്ക് ജയെ ഇഷ്ടമാണ്. വാട്ട്? യെസ്. ഇവാൻ, വാട്ട് യു തിങ്ക്? സത്യങ്ങളെല്ലാം ഇസ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇസയ്ക്ക് മാത്രമാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യായിരുന്നു. ബട്ട് JK, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. യെസ് ഏതൻ, ഐ നോ. ബട്ട് എനിക്കിപ്പോൾ അവരുടെ കാര്യത്തിൽ കൂടെ നിൽക്കാനല്ലാതെ വേറൊന്നിനും തോന്നിയില്ല. ഇസയുടെ പ്രൊട്ടക്ഷന് JK കൂടെ ഉള്ളത് തന്നെയാണ് നല്ലത്.
അതിപ്പോൾ എങ്ങനെയായാലും. അതൊക്കെ, ബട്ട് ജെയ്ക്കയുടെ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല, നമുക്ക് നോക്കാം. ലൂക്ക അറിഞ്ഞിട്ടില്ലല്ലോ ഇത്. ഏയ് ഇല്ല, ഇപ്പം എന്തായാലും അറിയിക്കണ്ട, അതാവും നല്ലത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. വേർ ഈസ് ഷീ? ഇവളെന്താ ഫോൺ എടുക്കാത്തെ? ഹേയ് മിയ, ഇസ എവിടെ? ഹാ, ഇസ വന്നില്ലേ ഇതുവരെ? അവൾ ഡാനിയൽ സാറിൻ്റെ ഇന്ന് പേപ്പർ വാങ്ങാൻ പോയതാ. വരേണ്ട ടൈം കഴിഞ്ഞല്ലോ. വാട്ട്? ഓക്കെ, ഞാൻ നോക്കട്ടെ. Hey, you!